അല്ല ഗൈസ്, അപ്പം ഞാനും അമ്മയും പാടെ എൻ്റെ അമ്മയുടെ നാടായ കുളപ്പുള്ളിക്കാട്ടെന്ന് പോകണം. അപ്പം നമ്മൾ കുറേ ഐറ്റം കൂടെ വന്നിട്ട് അപ്പം ഇന്നെന്താ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാമൻ്റെ മകളുടെ കുട്ടി 28 കേട്ടോ. അപ്പം അത് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പാടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെക്കനൊക്കെ പോയി കണ്ടിട്ട് പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ സദ്യയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പം നല്ലൊരു സദ്യയും കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നാട്ടിലേക്ക് വന്നിട്ട് കുറച്ചായല്ലോ, അപ്പം ഞാൻ നാട്ടിലത്തെ കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾക്കും കാണിച്ചാലേ വിചാരിച്ചു. ഈ ഗ്രൗണ്ടിലായിരുന്നു പണ്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രൗണ്ടൊക്കെ കണ്ടു നിൽക്കണ ഞങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു കേട്ടോ. അപ്പോൾ ആളെയും കൂട്ടിയിട്ട് നമ്മൾ നാട് കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീട്ടിലായിരുന്നു നമ്മൾ പണ്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട് മാറിയിട്ട് ഇപ്പോൾ വേറെ ടെറസ് വീടൊക്കെ വെച്ചിരിക്കണം. പണ്ട് നമ്മുടെ ഓട് വീടായിരുന്നു കേട്ടോ. നമ്മൾ ചാച്ചൻ്റെ വീട്ടിൽ പോയിട്ട് ചാച്ചനൊക്കെ കണ്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞു നിന്നു കേട്ടോ. പിന്നെ അങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോഴാണ് ഇവനാ വളയിന് വണ്ടിയെ വളയുന്ന ഒരു അങ്ങനെ വഴി കൂടെ പോകുമ്പോഴാണ് ഈ കാണുന്ന കനാലുണ്ട്. ഈ കാണുന്ന കനാലിൽ ഞാൻ പണ്ട് കുറച്ച് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ പഴയ വീടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആയിരുന്നു പിന്നെ നമ്മൾ രണ്ടാമത് നിന്നത്. ഇവിടെ പോയപ്പോൾ ഇത് വീടാണ്, ഇപ്പോൾ റബ്ബറും തൊടിയാണെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. അവിടെ ഒരു വീടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് കാണാനില്ല. പഴയ വീട് കാണാൻ പോയാൽ ഞങ്ങൾക്ക് റബ്ബറും തൊടിയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ നേരെ തൊട്ടപ്പുറത്ത് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് മോഹൊക്കെ കഴുകിയിട്ട് നേരെ പിന്നെ മാമൻ്റെ അങ്ങോട്ട് പോയിട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നിട്ട് അവിടെ നിന്ന് ഒരു കറിവേപ്പിലും പൊട്ടിച്ച് വണ്ടിയുടെ ഡിക്കിയിലിട്ട് നേരെ നമ്മൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടോ. പിന്നെ പോണ വഴിയിൽ മീൻ കണ്ടപ്പോൾ അമ്മ മീൻ മേടിക്കണം പറഞ്ഞിട്ട് ആ മീനും മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ നേരെ വിട്ടത് പാടത്തേക്കാണ്. ഞാനെത്തിയത് മീൻ പിടിക്കൽ ഏറെക്കുറെ പകുതി കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മീൻ പിടിക്കുന്ന വീഡിയോസും കൂടി എൻ്റെ അക്കൗണ്ടിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ പാടത്ത് മീൻ പിടിക്കുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ.